അയ്യപ്പനു വേണ്ടി പാൽ ചുരത്തി ഗോശാലയിലെ പൈക്കൻ. ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ BLM. എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ BLMന്റെ ലക്ഷ്യം. അയ്യപ്പനു വേണ്ടി പാൽ ചുരത്തുകയാണ് സന്നിധാനത്തെ ഗോശാലയിലെ പശുക്കൾ. ഗോശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ പാലാണ് ശബരിമലയിലെ ദൈനംദിന പൂജകൾക്കും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. വെച്ചൂർ, ജേഴ്സി, HF ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ 18 പശുക്കളാണ് നിലവിൽ ഗോശാലയിലുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഗോക്കളെ പരിപാലിക്കുന്നത് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആനന്ദ സമന്തയാണ്. ഒരു നിയോഗം പോലെ കൈവന്ന അവസരത്തെ ഭക്തിയോടെ വിനിയോഗിക്കുകയാണ് ആനന്ദ. പുലർച്ചെ 1 മണിയോടെ തന്നെ ഗോശാല ഉണരും. 3-ന് ക്ഷേത്ര നട തുറക്കുന്നതിന് മുന്നേ തന്നെ പാൽ കറന്നെത്തിക്കണം. ആദ്യം തൊഴുത്ത് വൃത്തിയാക്കും, തുടർന്ന് പശുക്കളെ കുളിപ്പിക്കും. പിന്നീടാണ് പ്രാർത്ഥനാപൂർവമുള്ള പാൽ കറന്നെടുക്കൽ. 2 മണിയോടെ കറവ പൂർത്തിയാക്കി പാൽ സന്നിധാനത്തെത്തിക്കും. അഭിഷേകത്തിനും നിവേദ്യത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. വൻ തീർത്ഥാടന തിരക്കുള്ള ശബരിമലയിൽ അതൊന്നും ബാധിക്കാതെ തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഗോശാലയുടെ പ്രവർത്തനം. വെളിച്ചവും ഫാനും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഗോശാലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പശുക്കൾക്കൊപ്പം ഒരു ആടും ഇപ്പോൾ അതിഥിയായി ഇവിടെ കഴിഞ്ഞു വരുന്നുമുണ്ട്. മാത്രമല്ല, അഭിഷേകപ്രിയനായ അയ്യപ്പന് ഇഷ്ടദ്രവ്യമാണ് പാൽ. അതും സന്നിധാനം ഗോശാലയിലെ പശുക്കളുടെ പാല് കൊണ്ടുള്ള അഭിഷേകം. കഴിഞ്ഞ 4 വർഷമായി അഭിഷേകത്തിനുള്ള പാൽ മുടക്കമില്ലാതെ കറന്നെടുത്ത് സന്നിധാനത്തെത്തിക്കുന്നത് ആനന്ദാണ്. ബംഗാൾ സ്വദേശിയായ ആനന്ദ് സാമന്തയാണ് സന്നിധാനത്തെ ഗോശാലയുടെ നോട്ടക്കാരൻ. 4 വർഷം മുൻപ് ശബരിമല കയറി വന്നതാണ് ഇയാൾ. ഒരു നിയോഗം പോലെ സന്നിധാനത്തെ ഗോശാലയിലെ ഗോപാലകനായി. അന്നു മുതൽ ഇന്ന് വരെ പൈക്കളെ മേച്ചും കുളിപ്പിച്ചും പാൽ കറന്നും ഗോശാല വൃത്തിയാക്കി ആനന്ദ് സന്നിധാനത്തുണ്ട്. ഭസ്മക്കുളത്തിന് സമീപത്തെ ഗോശാലയിൽ എന്നും പുലർച്ചെ 1 മണിക്ക് ആരംഭിക്കും ആനന്ദിന്റെ ദിവസം. ഗോശാല കഴുകി വൃത്തിയാക്കി പാൽ കറന്ന് 3 മണിക്ക് നട തുറക്കുന്നതിന് മുൻപ് ക്ഷേത്ര സന്നിധിയിലെത്തിക്കുന്നു. ശേഷം അല്പം വിശ്രമം. പശുക്കൾക്ക് വെള്ളവും തീറ്റയും നൽകിയ ശേഷം എല്ലാത്തിനെയും കുളിപ്പിക്കും. പിന്നീട് അല്പനേരം ഗോശാലയോട് ചേർന്നുള്ള മുറിയിൽ ഉറക്കം. വീണ്ടും വൈകിട്ട് 3-ന് പാൽ കറന്ന് ക്ഷേത്രത്തിലേക്ക്. പ്രാതൽ മുതൽ അത്താഴം വരെ ദേവസ്വത്തിന്റെ ഭോജനശാലയിൽ നിന്ന് കഴിക്കും. പച്ചക്കറി അവശിഷ്ടങ്ങളും പഴത്തൊലിയും വൈക്കോലും ലഭിക്കുന്നതിനാൽ പശുക്കൾക്കും ആഹാരത്തിന് മുട്ടില്ല. അതിനു പുറമെ പിണ്ണാക്കും കാലിത്തീറ്റയും നൽകുന്നുമുണ്ട്. മണ്ഡല മകരവിളക്കുത്സവം കഴിഞ്ഞ് മലയിൽ ആളൊഴിഞ്ഞാൽ പശുക്കളെ മേയാൻ വിടും. പുൽമേടുകൾ ഉള്ളതിനാൽ പച്ചപ്പിനും ക്ഷാമമില്ല. ഗോശാലയിൽ 15 പശുക്കളും 8 കാളകളും 4 കിടാങ്ങളുമാണുള്ളത്. ഇതിൽ 4 എണ്ണത്തിന് കറവയുണ്ട്. പശുക്കളിൽ 1 ഗിർ വർഗത്തിലുള്ളതും 5 എണ്ണം വെച്ചൂർ പശുക്കളുമാണ്. ബാക്കിയുള്ളവ സങ്കര ഇനത്തിൽപ്പെടും. 6 ആടുകളും 25-ലേറെ വിവിധ ഇനം കോഴികളും പശുക്കളും ഇപ്പോൾ കൂട്ടായുണ്ട്. ഗോശാല ഈ വർഷം പുതുക്കി പണിത് ഉയരം കൂട്ടി മേൽക്കൂര മാറ്റി. കൂടുതൽ ഫാനുകളും ലൈറ്റുകളും സ്ഥാപിച്ച് സൗകര്യപ്രദമാക്കി. ഗോശാലയോട് ചേർന്നുള്ള മുറിയാണ് ആനന്ദിന്റെ വീടും കിടപ്പാടവും. വർഷത്തിൽ ഒരിക്കൽ വിഷുക്കാലത്താണ് ബംഗാളിലെ ഉത്തര ഗോപാൽ നഗറിലെ വീട്ടിലേക്കുള്ള യാത്ര. ചെർപ്പുളശ്ശേരിയിൽ വേരുകളുള്ള കൊല്ലത്ത് താമസിക്കുന്ന അയ്യപ്പ ഭക്തർ വർഷങ്ങൾക്ക് മുൻപ് നേർച്ച നൽകിയ പശുക്കൾ പ്രസവിച്ചാണ് സന്നിധാനത്തെ ഗോശാല വിപുലപ്പെട്ടത്. ഇന്നും ഗോശാലയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഈ ഭക്തനാണ്. ആനന്ദിന്റെ പ്രതിഫലവും ഇദ്ദേഹം തന്നെയാണ് നൽകുന്നത്. 7 വർഷം മുൻപ് ചെർപ്പുളശ്ശേരിയിൽ കെട്ടിടം പണിക്കെത്തിയ ആനന്ദ് സാമന്ത ഈ ഭക്തന്റെ നിർദ്ദേശപ്രകാരമാണ് ഗോപാലകനായി സന്നിധാനത്തെത്തുന്നത്. അന്നു മുതൽ ഒരു നിയോഗം പോലെ അയ്യപ്പനെ ഭജിച്ച് പ്രസാദമുണ്ട് ഗോക്കളെ പരിപാലിച്ച് ആനന്ദ് തന്റെ ജീവിതയാത്ര തുടരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.